സ്വന്തം തലശ്ശേരി അതാ നമ്മൾ ഡ്രൈവറെ കാണണ്ടേ, നമ്മുടെ സ്വന്തം തലശ്ശേരിയിലെ സ്വന്തം ബസ്. ല്ലേ ഉഷാദ് പേരെന്താ? ഹരി. നമ്മുടെ പ്രതിഭന്റെ ബസ് അറിയോ? മറ്റേ 41 വർഷത്തോളം സർവീസിലുള്ള ആക്ച്വലി ആള് ഭയങ്കര ഫേമസ് എവിടാ ഈ ബസ് അല്ലേ? പാനൂരിലേക്കല്ലേ? ഉഷാറല്ലേ? ആണാട്ടാ. ഓക്കെ, താങ്ക് യു. ഇതാ ഈ ബസ് കേട്ടോ സജിത്ത്. ഈ ഒരു ബസ് സ്റ്റാൻഡിന് ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. ആ സ്റ്റോറി നമുക്ക് പിന്നെ പറയാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ 41 വർഷത്തിന് മേലെ സർവീസിലുള്ള പ്രദീപ് കുമാറിനെ കുറിച്ചാണ്. അപ്പൊ ഈ ബസ്സിന് ഫാൻസ് ഉണ്ടോ? ഈ ബസ്സിന് ഫാൻസ് ഉണ്ടോ? സജിത്ത് ബസ്, അതായത് 51 വർഷത്തിന് മേലെ പെർമിറ്റ് എടുത്ത ഒരാളുടെ പേരിലുള്ള ബസ്സാണ് ഇത് കേട്ടോ. 51 വർഷത്തിന് മേലെയായി ഈ ഒരു ബസ് ആ ഒരു പെർമിറ്റിൽ ഓടുന്നു കേട്ടോ. ഇതേ റൂട്ടില് തലശ്ശേരി പാനൂർ. നമുക്കൊരു കാര്യം ചെയ്യാം, പ്രദീപ് പരിചയപ്പെടാം. അതായത് 41 വർഷത്തിന് മേലെ ഈ ഒരു കണ്ടക്ടറായിട്ട്, ഈ ഒരു ഫീൽഡിൽ കണ്ടക്ടറായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് പ്രദീപ്. നമുക്ക് എല്ലാവർക്കും പരിചയപ്പെടില്ലേ? ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം കേട്ടോ. പ്രദീപേട്ടാ നമസ്കാരം. നമ്മുടെ പ്രദീപേട്ടനെ പരിചയപ്പെടുത്തുക. പ്രദീപേട്ട നമസ്കാരം. എന്തെങ്കിലും തിരക്കാം? ആളല്ലാതെ സമയമല്ലേ ഇപ്പൊ? അതെ, ഇപ്പൊ സമയത്ത് ഇപ്പൊ ഉച്ച 1:30 മണിയാവുന്നു കേട്ടോ. ഇതാണ് പ്രദീപേട്ടൻ. എത്ര വർഷങ്ങൾ ഈ സർവീസിൽ ഈ ഒരു ബസ്സിൽ? ഇതിന്റെ അകത്ത് ഇപ്പം കുറച്ചായുണ്ട്. മൊത്തത്തിൽ എത്ര വർഷം? 38 കൊല്ലായി. 38 കൊല്ലത്തിന് 41 വർഷം എന്നാണല്ലോ ഞാൻ കേട്ടത്. 83 തുടങ്ങിയല്ലേ? കണക്കിലെന്തോ ഒരു അപ്പോ കറക്റ്റാണ് കേട്ടോ. 41 വർഷത്തിന് മേലെയായി പ്രദീപേട്ടൻ ഈ ഒരു ഫീൽഡിൽ തുടങ്ങിയിട്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു ബസ് പോകുന്നത് പിന്നെ പാനൂരിലേക്കാണ്. അപ്പൊ പാനൂരിലേക്ക് പോകുന്നതിന് ഒരുമിച്ച് തന്നെ നമുക്ക് പ്രദീപേട്ടന്റെ സ്റ്റോറിയൊക്കെ കേട്ടുകൊണ്ട് പോവാം. ഇതുപോലെ ഒരുപാട് ബസ്സുകൾ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ. കേരളത്തില് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ പല വിധത്തിലുള്ള ബസ്സിലും ഇതുപോലുള്ള ഒരുപാട് വർഷങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള പല ആൾക്കാരുണ്ട്. ഡ്രൈവറായിട്ടും കണ്ടക്ടറായിട്ടും ഉണ്ട്. അപ്പൊ ഇന്നത്തെ സ്റ്റോറി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് പ്രദീപേട്ടനെ കുറിച്ചാണ്. എല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാം. ഈ ഒരു ഇലക്ട്രോണിക് സിസ്റ്റം വന്നിട്ട് ഇപ്പൊ എത്ര കാലമായി? 5 കൊല്ലം 5-6 കൊല്ലം അത്രേ. 6 കൊല്ലത്തോളായി. എനിക്കൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. പണ്ട് നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ബസ്സിൽ കയറുമ്പോ ടിക്കറ്റ് എഴുതിയിട്ട് മുറിച്ച് കൊടുക്കും. ഒരു ഒച്ച വരും മുറിക്കുമ്പോ. അതും പിന്നെ ഇങ്ങനെ പ്രിന്റ് ചെയ്ത റേറ്റുള്ള ഒരു കുറച്ച് കൊടുക്കുന്ന അതുകൊണ്ട് അല്ലേ? അതായത് പിന്നെ മിനിമം ചാർജുകളൊന്നും ഉണ്ടാവും. ഇത്ര ദൂരം ഓടുന്നതിന് ഇത്ര, അങ്ങനെ ഓരോരോ കാറ്റഗറി അവിടെ മുറിച്ച് കൊടുക്കുന്ന സംഭവം അല്ലേ? ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാല് ഗൂഗിൾ പേ സിസ്റ്റത്തിലേക്ക് വരും തോന്നുന്നു. മെഷീൻ ഇറങ്ങി ടൈപ്പ് പിന്നെ വെള്ള ചെറിയ മെഷീനില്ലേ ഹോട്ടലിലെല്ലാം കാണും ആ ടൈപ്പ് തന്നെ. അതില് പ്രിന്റ് ടിക്കറ്റും കിട്ടും. ഈ നിങ്ങള് കാർഡ് അതിന്റെ മേലെ വെച്ചാല് ചാർജ്. അപ്പൊ ചില്ലറിന്റെ പ്രശ്നം വരില്ല അല്ലേ? ഇപ്പൊ കോഴിക്കോട് വണ്ടിയിലുണ്ട്, പിന്നെ ഒരു കണ്ണൂര് തിരുനെല്ലി ഓടുന്ന ഒരു വണ്ടിയിലുണ്ട്. പക്ഷെ പഠിച്ചെടുക്കാൻ പണിയാണ്. അതെ അതെ. അപ്പൊ മിനിമം ചാർജ് ഇപ്പൊ എത്രയാണ്? 10. തലശ്ശേരി പാനൂരേക്ക് എത്രയാണ് ഇപ്പം വരുന്നത്? 18 രൂപ. ഓക്കെ, കുറെ അറിവുകൾ ഇനിയും പഠിക്കാനുണ്ട് കേട്ടോ. ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന പ്രവാസികളും അതുപോലെ നാട്ടുകാരൊക്കെ ഉണ്ടാവില്ലേ? എനിക്ക് തോന്നുന്നത് 85 കാലഘട്ടത്തിലൊക്കെ ജനിച്ച ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ എന്തായാലും ബസ്സിനെ കുറിച്ചിട്ടുണ്ടാവും എനിക്കറിയാം. നമ്മളൊക്കെ അന്ന് ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ വീട് മുഴപ്പിലങ്ങാടാണ്. അപ്പൊ ഞാൻ മുഴപ്പിലങ്ങാട് തലശ്ശേരിയിലേക്ക് നമ്മള് ആ ഒരു സമയത്ത് പാസിൽ ടിക്കറ്റ് മുറിക്കുന്ന വെച്ചാൽ 50 പൈസയാണ്. അപ്പൊ വീട്ടിൽ നിന്ന് 1 രൂപ ബസ്സിന് വേണ്ടി തരും. ഭക്ഷണം നമ്മൾ ലഞ്ചിലാക്കിയിട്ട് കൊണ്ടുപോകും. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും നമുക്ക് പുറത്തൊരു ഫുഡ് അടി ഉണ്ടാവും. ഒന്നുകിൽ പ്രോട്ടീൻ ബീഫിന്റെ സാധനം കിട്ടുന്ന 1-2 കടകളുണ്ട് തലശ്ശേരിയിൽ. അപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും ഒരുപാട് ഓർമ്മകൾ ബസ്സിനെ കുറിച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്കും മറക്കാനാവാത്ത ഓർമ്മകൾ ബസ്സിൽ പോയിട്ടുള്ള പല ഓർമ്മകളും ഉണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് രൂപത്തിൽ അറിയിക്കാം കേട്ടോ. ഒരു ബസ് കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കണ്ടക്ടർ വേണം, ഡ്രൈവർ വേണം, ക്ലീനർ വേണം അല്ലേ? അപ്പൊ നമുക്ക് നല്ലൊരു പ്രായമുള്ള ഒരു ക്ലീനർ കൂടി ഈ ബസ്സിൽ കാണുന്നുണ്ട്. നമുക്ക് ആ ആട്ടിനെ കൂടി ഒന്ന് പരിചയപ്പെടാം. എന്തൊക്കെയാണ് വിഷയം? അതിന്റെ പേര് രാജൻ. എത്ര വർഷം ഈ ഒരു ഫീൽഡിൽ? 42 വർഷമായി. 42 വർഷത്തോളായി ഈ ഒരു ഫീൽഡിൽ ക്ലീനർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് അല്ലേ? വീടൊക്കെ എവിടെയാണ്? 3-ാം പടി.
കോളിന്റെ അപ്പുറം. അതെയാ? എങ്ങനെയുണ്ട് ബസ് ജീവിതം? ബസ് ജീവിതം എന്ന് വെച്ചാൽ ഇപ്പൊ സുഖം. ആദ്യം കഷ്ടപ്പെട്ടില്ല. കഷ്ടപ്പെടാതെ നമുക്കൊന്നും നേടാൻ പറ്റില്ലല്ലേ? നമ്മളെന്തും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം, എന്നാൽ മാത്രമേ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് അങ്ങനെയല്ലേ? എന്നാലും ഹാപ്പി അല്ലേ? വീട്ടില് ഭാര്യ, മക്കള്, എല്ലാരും, ഫാമിലി എല്ലാരും ഹാപ്പി ആയിരിക്കണം അല്ലേ? ഡ്രൈവർ, കണ്ടക്ടർ, ക്ലീനർ, ഇതൊക്കെ കൂടുന്നതാണ് ഒരു ബസ്സിലുള്ള ഒരു ലൈഫ് അല്ലേ? അപ്പം മറക്കാൻ പറ്റാത്ത കുറെ ഓർമ്മകളൊക്കെ ഉണ്ടാവും അല്ലേ? ഈ സ്കൂൾ ടൈമിലൊക്കെ എങ്ങനെയാ പിള്ളേർക്ക് കയറുമ്പോ എങ്ങനെയാ? നല്ല ഫ്രണ്ട്ലി ആണോ? ഫ്രണ്ട്ഷിപ്പാടും ബഹളൊക്കെയാണോ? അതാണ് മക്കളെ കാണുന്നില്ലേ? സ്കൂൾ പിള്ളേരായിട്ട് ബസ്സുകാർ ഭയങ്കര കമ്പിയാണ്. ചില ബസ്സുകളുണ്ടാവില്ലേ, ചിലപ്പോ ടൈമിലെത്തേണ്ട ബസ്സുകളുണ്ടാവും അല്ലേ? അവരൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഓടുന്നുണ്ടാവും. കാരണം സമയത്ത് എത്തിയില്ല എന്നുണ്ടെങ്കിൽ അതും പ്രശ്നമാണ്. നമുക്ക് ഡ്രൈവറെ പരിചയപ്പെടണ്ടേ? ഡ്രൈവറെ വാ ബ്രോ, നിങ്ങളെ പരിചയപ്പെടുന്നുണ്ട്. വാ ഇറങ്ങു. വാ. നമ്മളെ തലശ്ശേരിയിൽ നിന്നും പാനൂർ വരെ കൊണ്ടുവന്ന നമ്മുടെ ഡ്രൈവർ ഒന്ന് പരിചയപ്പെടും അല്ലേ? നിങ്ങളെ പേരെന്തേലും? ജസിൽ. എവിടെ സ്ഥലം? അതെ, കൊറേ ബസ് ഓടിക്കുന്നത്? ബസ്സില് ഒരു കൊല്ലം ക്ലീനർ പണിയെടുത്ത്, പിന്നെ ഇപ്പൊ 15 വർഷത്തോളമായിട്ട് ഈ ബസ്സിൽ തന്നെയാണല്ലോ വേറെ? അല്ല, ഞാൻ മുന്നേ വേറെ ബസ്സിലായിരുന്നു. ഒരു 2 കൊല്ലത്തിനടുത്തായിട്ട് സ്ഥിരമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു.